ഹലോ നമസ്കാരം. സയൻസിൽ നിന്നുള്ള ജനറൽ സയൻസ് ടോപ്പിക്കിൽ നിന്നുള്ള കുറച്ച് ചോദ്യങ്ങൾ നമുക്ക് പരിചയപ്പെടാം. ഇതിനകത്ത് ബയോളജി, കെമിസ്ട്രി, അതുപോലെ തന്നെ ഫിസിക്സ് എല്ലാം കൂടി ചേർത്തിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ഒന്നാമത്തെ ചോദ്യം തന്നെ, ഏറ്റവും വലിയ കടൽ ജീവി ഏതാണ്? ഉത്തരം നീലത്തിമിംഗലം. ക്രയോലൈറ്റിൽ നിന്നും ലഭിക്കുന്ന പ്രധാന ലോഹമാണ് അലൂമിനിയം. ഏറ്റവും വലിയ കുഞ്ഞിനെ പ്രസവിക്കുന്ന ജീവിയാണ് നീലത്തിമിംഗലം. ഏറ്റവും വലിയ കൃഷ്ണമണിയുള്ള പക്ഷി ഒട്ടകപ്പക്ഷിയാണ്. മാഗ്നറ്റൈറ്റ് ഏതിന്റെ അയിരാണ്? ഉത്തരം ഇരുമ്പ്. വൈകാരികതയോടെ കണ്ണുനീർ പൊഴിക്കുവാൻ കഴിയുന്ന ഏക ജീവിയാണ് മനുഷ്യൻ. വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുവാൻ ശേഷിയുള്ള മത്സ്യമാണ് ഈൽ. ഹൈപ്പർമെട്രോപ്പിയ ഏതവയവത്തെ ബാധിക്കുന്ന രോഗമാണെന്ന് ചോദിച്ചാൽ കണ്ണ്. അണുനാശകങ്ങളുടെ ഉപയോഗം കണ്ടെത്തിയ വ്യക്തിയാണ് ജോസഫ് ലിസ്റ്റർ. ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ആദ്യമായി നിർവഹിച്ചത് ഡോക്ടർ ക്രിസ്ത്യൻ ബെർണാഡ്. അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻസ് ഒന്നുകൂടി നമുക്കൊന്ന് റിവൈൻഡ് ചെയ്ത് നോക്കിയാലോ. ഏറ്റവും വലിയ കടൽ ജീവി ഏതാണെന്നാണ് പറഞ്ഞത്? നീലത്തിമിംഗലമാണ്. ഇനി ക്രയോലൈറ്റിൽ നിന്ന് ലഭിക്കുന്ന പ്രധാന ലോഹം ഏതാണ്? അലൂമിനിയം. ഏറ്റവും വലിയ കുഞ്ഞിനെ പ്രസവിക്കുന്ന ജീവിയാണ് നീലത്തിമിംഗലം. ഏറ്റവും വലിയ കൃഷ്ണമണിയുള്ള പക്ഷിയാണ് ഒട്ടകപ്പക്ഷി. മാഗ്നറ്റൈറ്റ് ഏതിന്റെ അയിരാണ്? ഉത്തരം ഇരുമ്പിന്റെ അയിരാണ്. വൈകാരികതയുടെ കണ്ണുനീർ പൊഴിക്കുന്ന ഏകജീവിയാണ് മനുഷ്യൻ. വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുവാൻ ശേഷിയുള്ള മത്സ്യം ഏതാണ്? ഉത്തരം ഈലാണ്. മെട്രോപ്പിയ ഏതവയവത്തെ ബാധിക്കുന്ന ന്യൂനതയാണ്? കണ്ണിനെ ബാധിക്കുന്ന ഒരു ന്യൂനതയാണ്. അണുനാശകങ്ങളുടെ ഉപയോഗം കണ്ടെത്തിയ വ്യക്തി ഏതാണ്? ജോസഫ് ലിസ്റ്റർ ആണ്. ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ആദ്യമായി നിർവഹിച്ചത് ആരാണ്? ഡോക്ടർ ക്രിസ്ത്യൻ ബെർണാഡ്. ഹ്യൂമൻ ജീനോം പ്രോജക്റ്റ് എന്ന ആശയത്തിന് 1985 രൂപം നൽകിയ ശാസ്ത്രജ്ഞൻ ആരാണ്? ഉത്തരം വാൾട്ടർ സിൻഷീമർ ആണ്. ഉത്തരം എന്താണ്? വാൾട്ടർ സിൻഷീമർ. ചലിപ്പിക്കുവാൻ കഴിയുന്ന മുഖത്തെ ഏക അസ്ഥിയാണ് കീഴ്ത്താടിയെല്ല്. ചാൾസ് ഡാർവിന്റെ പര്യവേഷണങ്ങൾക്ക് ഉപയോഗിച്ച ആമയുടെ പേരാണ് ഹാരിയറ്റ്. ചിപ്കോ പ്രസ്ഥാനം എന്തിനു വേണ്ടിയാണ് നിലകൊള്ളുന്നത്? പരിസ്ഥിതി സംരക്ഷണത്തിന് വേണ്ടി. ചിക്കൻ പോക്സിന് കാരണമാകുന്ന രോഗാണുവാണ് വൈറസ്. നഖമുള്ളിലേക്ക് വലിക്കാത്തതും മാർജാര വിവർഗത്തിൽ പെട്ടതുമായിട്ടുള്ള ഏക ജീവിയാണ് ചീറ്റ. നവജാത ശിശുവിന്റെ ഹൃദയസ്പന്ദന നിരക്ക് എത്രയാണ്? മിനിറ്റിൽ 130 തവണയാണ്. അപ്പോൾ ഒന്നുകൂടി നമുക്കൊന്ന് നോക്കാം. ഹ്യൂമൻ ജീനോം പ്രോജക്റ്റ് എന്ന ആശയത്തിന് രൂപം നൽകിയ ശാസ്ത്രജ്ഞൻ ആരാണ്? വാൾട്ടർ സിൻഷീമർ ആണ്. എന്നായിരുന്നു? 1985 അദ്ദേഹം ഹ്യൂമൻ ജീനോം പ്രോജക്റ്റ് എന്ന ആശയത്തിന് തുടക്കം കുറിച്ചത്. ഇനി ചലിപ്പിക്കാൻ കഴിയുന്ന മുഖത്തെ ഏക അസ്ഥി ഏതാണെന്നാണ് പറഞ്ഞത്? കീഴ്ത്താടിയെല്ലാണ്. ഇനി ചാൾസ് ഡാർവിന്റെ പര്യവേഷണങ്ങൾക്ക് ഉപയോഗിച്ച ആമയുടെ പേരാണ് ഹാരിയറ്റ്. ചിപ്കോ പ്രസ്ഥാനം എന്തിനു വേണ്ടിയാണ് നിലകൊള്ളുന്നത്? പരിസ്ഥിതി സംരക്ഷണത്തിന് വേണ്ടി. ചിക്കൻ പോക്സിന് കാരണമാകുന്ന രോഗാണു ആരാണ്? വൈറസ്. ഇനി നഖമുള്ളിലേക്ക് വലിക്കാത്തതും എന്നാൽ മാർജാരവർഗത്തിൽ പെട്ടതുമായ ഏക ജീവി ആരാണ്? ചീറ്റയാണ്. നവജാത ശിശുവിന്റെ ഹൃദയസ്പന്ദന നിരക്ക് എത്രയാണ്? മിനിറ്റിൽ 130 തവണ.